ഇഡലി കൂട്ടി കഴിക്കാൻ ചമ്മന്തി വേണോ ചട്നി വേണോ എന്ന് ചോദിച്ചാ അപ്പോ അമ്മിണി പറയും, ആ പൊടി പോലെ ഇരിക്കുന്ന ചമ്മന്തിയില്ലേ അത് മതിയിട്ട് എനിക്ക്. ആ പുണ്യം ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. അവന് ഇഡ്ഡലി കൂട്ടി കഴിക്കാൻ ദേ ഈ ചമ്മന്തിപ്പൊടി വേണം. കുറച്ച് ചമ്മന്തിപ്പൊടി ദേ ഇതുപോലെ പ്ലേറ്റിലിട്ട് നടുവിലൊരു കുഴിയും കുഴിച്ച് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് ദേ ഇഡ്ഡലി ഇതുപോലെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ നമുക്കേ നല്ല എളുപ്പത്തില് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ഉണ്ണികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ആദ്യം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം കായം നന്നായി വറുത്തെടുക്കാം. അതിനുശേഷം കുറച്ചധികം കറിവേപ്പില നന്നായി ഡ്രൈ ആക്കി അതിലെ ഈർപ്പൊക്കെ പോകുന്നത് വരെ വറുത്തെടുക്കാം. കുറച്ചധികം ഉഴുന്ന് ഇതുപോലെ എടുത്ത് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. എരിവിന് ആവശ്യത്തിന് വറ്റൽ മുളകും കൂടി നമുക്ക് വറുത്തെടുക്കാം. നേരിയ ഒരു പുളിരസം ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ കൂട്ടത്തില് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ നന്നായി വറുത്തെടുക്കാം. പിന്നെ ഒന്നില്ലെന്നേ, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് 2 മണി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ആവി പറക്കുന്ന ചൂടൻ ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കാൻ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടാ. ശരിക്കും ഇങ്ങനെയാണോ ചമ്മന്തിപ്പൊടി എന്ന് ചോദിച്ചാ അല്ല കേട്ടോ. ഇത് ഞാനിവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ്. എളുപ്പത്തില് പെട്ടെന്ന് ഉണ്ണികളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടാ. നമ്മുടെ ചെറിയ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ചമ്മന്തി ചട്നിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും എടുക്കും. അപ്പോ അവരെ പറ്റിക്കാൻ ഇഡലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് നമ്മുടെ ചമ്മന്തിപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത പൊടി ഇഡ്ഡലിയും റെഡിയാണ് കേട്ടോ.